ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 41:13 ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പിതാവേ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. കാരണം ഈ ലോകത്തെ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ശക്തികളുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പാടാറുണ്ട്. ലൗകിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സഹായികളെ ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരാനും പ്രാർത്ഥനയിൽ മുന്നോട്ടു പോകാനും ഞങ്ങൾക്ക് കർത്താവിന്റെ സഹായം ആവശ്യമാണ്. ഇന്ന് കർത്താവ് സ്നേഹപൂർവ്വം നിങ്ങളോട് അടുത്തു വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹായകനായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ നിങ്ങളുടെ വലങ്കൈ പിടിച്ച് നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കും. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പുരുഷന്മാരെ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കർത്താവും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് യെശയ്യാവ് 41:13-14 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. ധൈര്യത്തോടെ പെരുമാറുവീൻ, കർത്താവ് നല്ലവരോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് 2 ദിനവൃത്താന്തം 19:11 വാക്യത്തിൽ കാണപ്പെടുന്നു. കുറ്റമറ്റ ജീവിതം നയിക്കാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും നമ്മുടെ കൂടെ നിൽക്കും. യാക്കോബിന്റെ ദൈവം നമുക്ക് സഹായമായി ഉണ്ടായിരിക്കുന്നതിന്റെ അനുഭവം എത്ര അനുഗ്രഹീതമാണ്. അതുകൊണ്ടാണ് കർത്താവ് അബ്രഹാമിനെ വിളിച്ചപ്പോൾ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് പറഞ്ഞത്. ഇത് ഉൽപ്പത്തി 17:1 വാക്യത്തിൽ കാണപ്പെടുന്നു. അബ്രഹാം കുറ്റമറ്റവനായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അവന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും കർത്താവ് അവന്റെ സഹായിയായി അവനോടൊപ്പം നിന്നു. കർത്താവ് ഒരു വ്യക്തിയുമായി സഹായിയായി നിൽക്കുമ്പോൾ എന്ത് അനുഗ്രഹങ്ങൾ ലഭിക്കും? ഒന്നാമതായി, അവൻ ചെയ്യുന്നതെന്തും വിജയിക്കും. അവന്റെ ശ്രമങ്ങൾ വിജയിക്കും. ഇസ്രായേൽ മക്കളും ഫെലിസ്ത്യരും തമ്മിലുള്ള യുദ്ധത്തിൽ കർത്താവ് യോനാഥാനെ സഹായിച്ചു. യോനാഥാനും ഇസ്രായേലിനും വിജയം നൽകി എന്ന് 1 ശമൂവേൽ 14:15 വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയം നേരിടുന്നുണ്ടോ? അപ്രതീക്ഷിത നഷ്ടങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതൊന്നും വിജയിക്കാത്ത ഒരു സാഹചര്യം. ഇന്നു മുതൽ നിങ്ങളുടെ സഹായിയായി കർത്താവിനെ മുറുകെ പിടിക്കുക. എന്നെ സഹായിക്കാൻ ഉണരുക എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇത് സങ്കീർത്തനം 59:4 വാക്യത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകും. ഇസ്രായേൽ രാജാവായ ആസ യുദ്ധത്തിൽ തന്നെ സഹായിക്കാൻ കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവെ, ബലഹീനരെയോ അനേകരെയോ സഹായിക്കാൻ നിന്നിൽ ആരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് 2 ദിനവൃത്താന്തം 14:11 വാക്യത്തിൽ പറയപ്പെടുന്നു. കർത്താവ് അവനെ സഹായിച്ചതിനാൽ ആസാ രാജാവ് ശക്തമായി ജയിക്കുകയും എത്യോപ്യരെ പരാജയപ്പെടുത്തുകയും വിജയം നേടുകയും ചെയ്തു. കർത്താവിനെ നിങ്ങളുടെ സഹായിയായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കും എന്ന് പുറപ്പാട് 14:14 വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവ് നിങ്ങളുടെ ഇപ്പോഴത്തെ സഹായമായിരിക്കും. തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഇത് സങ്കീർത്തനം 46:1 വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, കഷ്ടകാലത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, അവൻ തീർച്ചയായും നിങ്ങളെ വിടുവിക്കും. ഇത് സങ്കീർത്തനം 50:15 വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 33:20 വാക്യം. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം ഗലാത്യർ 5 അധ്യായം. ആമേൻ.